ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. അപ്പൊ നമ്മള് എവിടെ വരെ എത്തി എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ശമഃ കഹ. അപ്പൊ മനു മറുപടി പറഞ്ഞു മനോനിഗ്രഹ. അടുത്തതായിട്ട് ദമഃ കഹ എന്ന് ചോദിച്ചു. ചക്ഷുരാദി ബാഹ്യേന്ദ്ര നിഗ്രഹ എന്ന് പഠിച്ചു. അടുത്തതായി ഉപരമഃ കഹ എന്ന് ചോദിച്ചു. സ്വധർമ്മ അനുഷ്ഠാനമേവ എന്ന് അവിടെ ഗുരുനാഥൻ മറുപടി പറഞ്ഞു. അടുത്തതായിട്ട് തിതിക്ഷാക എന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു ശീതോഷ്ണ സുഖദുഃഖാദി സഹിഷ്ണുത്വം. അതാണ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് നോക്കിയത്, സഹിഷ്ണുത്വം. അപ്പൊ അവിടെ പറഞ്ഞു നമ്മള് ധ്യാനം മുതലായവയുടെ വിജയം തിതിക്ഷ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ധ്യാനം ശീലിക്കുവാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കാൻ ആദ്യം പഠിക്കണം. അപ്പൊ അവിടെ തിതിക്ഷയുടെ ഉപയോഗം വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്നത് ധ്യാനത്തിനിരിക്കുമ്പോഴാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതിനെയൊക്കെ സഹിച്ച് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ധ്യാനം വേണ്ട എന്ന് വെക്കരുത്, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ദിവസവും അതിന്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് ധ്യാനത്തിൽ മുന്നേറാൻ തിതിക്ഷ സഹായിക്കും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു മനോബലം കൂടാനായിട്ട്, മനസ്സിന്റെ ബലം, നല്ല ശക്തമായ ഒരു മനസ്സിന്റെ ഉടമയാകാൻ, ദുഃഖങ്ങൾ വരുമ്പോഴും വേദനകൾ വരുമ്പോഴും ഒക്കെ അതിനെ സഹിക്കാൻ. അപ്പൊ സാധാരണ നിലയ്ക്ക് പറയുന്നത് ദുഃഖം വന്നു കഴിഞ്ഞല്ല കൂടുതൽ വിഷമം, വരുമോ എന്നുള്ള ഒരു ഭയം. പ്രത്യേകിച്ചും ഏജ് വരുമ്പോഴത്തേക്കും ആ അസുഖം വരുമോ, ഈ അസുഖം വരുമോ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ, തട്ടിപ്പോകുമോ, ഇങ്ങനെ ഒത്തിരി വിഷമം. അതാണ്, ഭയമാണ് നമുക്ക് കൂടുതൽ. ആക്ച്വലി ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സമാധാനമുള്ള കാര്യമാണ്. അപ്പൊ ഭയം വളരെ ഭയമാണ്. അടുത്തുള്ളവർക്കൊക്കെ ഓരോരോ അസുഖങ്ങൾ വരുമ്പോൾ നമുക്കും ഇത് വരുമോ, ഈ ഏജിൽ നമുക്കും സംഭവിക്കുമോ, ഇങ്ങനെയുള്ളൊരു വലിയൊരു ഭയം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതൊക്കെ ഈ തിതിക്ഷ കൊണ്ടേ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. വന്നാ വരട്ടെ, അപ്പോഴത്തെ കാര്യം ഇപ്പൊ വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ ഇപ്പൊ തന്നെ പേടിക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെയാണ് തിതിക്ഷ നമുക്ക് തരും. പിന്നെ നമുക്ക് അടുത്ത ശമ ദമ ഉപരമ തിതിക്ഷ. ഇനി എന്താണ്? ശ്രദ്ധ കീദൃശി എന്നാണ് ചോദ്യം. ശ്രദ്ധ കീദൃശി. അപ്പൊ പറയുന്നു ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസ ശ്രദ്ധ. നമ്മൾ ചുമ്മാ ശ്രദ്ധ എന്ന് വിളിക്കുമ്പോൾ ചെവി കൂർപ്പിച്ചിരിക്കുക എന്നുള്ളതല്ല ശരിക്കും ശ്രദ്ധയുടെ സംസ്കൃതത്തിൽ പറയുന്ന, പ്രത്യേകിച്ചും വേദാന്തത്തിൽ പറയുന്ന ശ്രദ്ധ എന്ന പദത്തിന്റെ അർത്ഥം ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസ ശ്രദ്ധ എന്നാണ് പറയുന്നത്. അതായത് ശ്രദ്ധ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് വിശ്വാസം, ട്രസ്റ്റ് എന്നൊക്കെ പറയാം. എന്തിലുള്ള വിശ്വാസമാണ്? അതാണ് ഇവിടെ അറിയേണ്ടത്. അതായത് വേദാന്ത വാക്യങ്ങളിൽ ഗുരുവിലും ഗുരു പറയുന്ന വേദാന്ത വാക്യങ്ങളിലുമുള്ള വിശ്വാസം. വിശ്വാസം എന്നാൽ ശ്രദ്ധ വിശ്വാസം പരസ്പരം അങ്ങോട്ട് ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. വേദാന്തത്തിൽ എപ്പോഴും ശ്രദ്ധ എന്ന് പറയുമ്പോൾ വിശ്വാസം, ഭഗവത്ഗീതയിലും വരുന്നുണ്ട് ഇത്. ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലൊക്കെ വരുന്നുണ്ട്. ആ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിശ്വാസമാണ്. അടിയുറച്ച വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. വേദാന്ത വാക്യങ്ങളില്, ഉപനിഷത്ത് വാക്യങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടാവുക. ഗുരുവാക്യങ്ങളിലും വിശ്വാസം വേണം. വേദാന്തത്തെയും ഗുരുവിനെയും പ്രത്യേകം എന്തിനാണ് പറയുന്നത്? അങ്ങനെ ഒരു ചോദ്യം വരാലോ. വിശ്വാസം, വേദാന്തത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഗുരുവാണല്ലോ പഠിപ്പിക്കുന്നത്, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഗുരുവിലും വിശ്വാസം വേണം പ്രത്യേകമായിട്ട്. കാരണം ചിലർക്ക് വേദാന്തത്തിൽ വിശ്വാസമുണ്ട്. അപ്പൊ ഒരു വേദാന്തത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് ഒരു ഗുരുവിനെ സമീപിക്കുന്നത്. ഗുരുവിനെ സമീപിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഗുരു പറയുമ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള ചില അറിവുകളുണ്ട്. അപ്പൊ ഈ ഗുരു പറയുന്നത് ശരിയാണോ എന്നൊരു സംശയം അങ്ങനെ ഉണ്ട്, ഇതിനകത്തുള്ളതാണ്. അപ്പൊ ആ ഗുരു
പറയുന്നത് ശരിയാണോ, ശരിയായിട്ടുള്ള വേദാന്തം തന്നെയാണോ പറഞ്ഞു തരുന്നേ എന്ന ഒരു ഇടയിളക്കം മനസ്സിലുണ്ടാകാം. പക്ഷെ അത് വരാൻ പാടില്ല എന്ന് പറയുന്നു. എന്താ വെച്ചാൽ അതിന് ഈശ്വരൻ തന്നെ, എന്തെങ്കിലും അവിടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് വഴി കാണും. ആരെയാണോ ഗുരു എന്ന് പറഞ്ഞ് സമീപിക്കുന്നത്, പൂർണ്ണമായ വിശ്വാസം അവിടെ ഗുരുവിൽ ഉണ്ടായിരിക്കണം. അത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഗുരുവിന്റെ സ്വന്തം വകയൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയമൊക്കെ ജനറലി ഉണ്ടാകുന്നതാണ്. അത് ശരിയായിട്ട് അങ്ങനെ പാടില്ല, അങ്ങനെ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ഗുരു പറയുന്നതില് ശരിയായിട്ടുള്ള വേദാന്ത തത്വങ്ങൾ പോലും നമ്മുടെ ഉള്ളില് പ്രവേശിക്കില്ല. കാരണം ചെറിയ ഒരു സംശയത്തിന്റെ ഒരു അംശം മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സ് ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചെറിയൊരു സംശയം എന്തിനെങ്കിലും കുറിച്ചും ഒരു കുഞ്ഞു സംശയം അകത്തുണ്ടെങ്കിൽ ആ മനസ്സിലേക്ക് വേറൊന്നും പ്രവേശിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഗുരുവിൽ സംശയം വരരുത്, ഗുരുവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ശ്രദ്ധയും വേണം. വേദാന്തം അതിൽ പൂർണ്ണ വിശ്വാസം, പിന്നെ ഗുരുവിൽ പൂർണ്ണ വിശ്വാസം. ജ്ഞാനം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇത് നിർബന്ധം. ജ്ഞാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമാണ്. തിദിക്ഷ പൊതുവെ എല്ലാവർക്കും വേണ്ട ഗുണമാണ്, അല്ലെ? തിദിക്ഷ എല്ലാവർക്കും വേണ്ട ഗുണമാണ്. എന്നാൽ ശ്രദ്ധയോ, ശ്രദ്ധ ജ്ഞാനം വേണ്ടവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ജ്ഞാനം വേണമെങ്കിൽ ശ്രദ്ധ നിർബന്ധമാണ്. ഈ ശ്രദ്ധ വയ്ക്കുന്നതില് സാധാരണ ഒരു ചെറിയൊരു ഭയം പലർക്കും ഉണ്ട്. അതായത് എങ്ങനെ വിശ്വസിക്കും എന്നൊരു ഭയം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെ വളരെ ഡെപ്തിലാണ് നമ്മൾ ഈ തത്വബോധത്തില് ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ കൂടി അകത്തേക്ക് പോകുന്നത്. അപ്പോ ശ്രദ്ധയുണ്ട്, വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ക്വസ്റ്റ്യൻ വരും. അവിടെ എങ്ങനെ വിശ്വസിക്കും എന്ന ഭയം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെന്നാ പറയുന്നത്. ഇതെങ്ങനെ വിശ്വസിക്കും ഞാൻ എന്ന്. അപ്പോ എല്ലാവരെയും വിശ്വസിക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? കുഞ്ഞുങ്ങളായിരിക്കുമ്പോ അവർക്ക് ആരെങ്കിലും അവിശ്വാസം ഉണ്ടോ? ചെറിയ കുട്ടികൾക്ക് ആരെയും അവിശ്വാസമില്ല. അവിശ്വാസം പഠിപ്പിക്കുന്നത് ആരാ? നമ്മളാ പഠിപ്പിക്കുന്നത്. കുട്ടികളായിരിക്കുമ്പോ എല്ലാവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവരെയും വിശ്വാസമാണ്. പിന്നെ നമ്മളാണ് ചിലപ്പോ പറയാ, കുഞ്ഞെ ആര് തന്നാലും ഒന്നും അങ്ങനെയൊന്നും മേടിക്കരുത്, എല്ലാവരെയും വിശ്വസിക്കരുത്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കത് ഒഴിവാക്കാൻ നിർത്തിയില്ല. അങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ. നല്ല മനസ്സിനെ ആരെയും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞൊരു മനസ്സാക്കി മാറ്റുന്ന ഒരു വലിയ തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു. പോട്ടെ. അപ്പോ ഇപ്പൊ ആരാണ് ഏറ്റവും ബുദ്ധിമാൻ വലിയവരുടെ ഇടയില്? അപ്പൊ അവിടെയാണ് പറയുന്നത്, എന്റെ സാറേ, ഞാൻ ഒരൊറ്റൊരുത്തനെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോ അയാൾ ഏറ്റവും ബുദ്ധിമാനാണ് ഇപ്പോ സമൂഹത്തിൽ. ആരെയും വിശ്വസിക്കാത്തവൻ ഏറ്റവും ബുദ്ധിമാൻ. അങ്ങനെയാണോ വേണ്ടത്? അയാൾക്ക് എന്തുണ്ടാവും? അയാൾക്ക് ഒന്നിലും വിശ്വാസം ഉണ്ടാവില്ല, ഒരു തത്വത്തിലും വിശ്വാസം ഉണ്ടാവില്ല, ഒരു ശാസ്ത്രത്തിലും വിശ്വാസം ഉണ്ടാവില്ല, ഒന്നിലും വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അയാളുടെ ഗതി എന്താണ്? അധോഗതി തന്നെയാണ്. ഒരു പ്രാവശ്യം ഒരു തെറ്റ് പറ്റിയാൽ പിന്നെ നമുക്ക് എന്താ പറ്റുന്നത്? ഒരു തെറ്റ് പറ്റിയാൽ പിന്നെ നമ്മൾ ആരെയും വിശ്വസിക്കത്തില്ല. ഒരു ചെറിയൊരു അനുഭവം മതി, അതിൽ കൂടി നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. അപ്പോ നമ്മൾ അറിയാതെ തന്നെ ഈ വിശ്വാസം എന്നുള്ള കാര്യം ഒരു നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ വരികയാണ്, ആരെയും വിശ്വസിക്കരുത്, ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? നെഗറ്റീവ് ചിന്താഗതിയാണ്. നമ്മളിൽ ഒരു ജ്ഞാനം ആഗ്രഹിക്കുന്ന ആളില് നെഗറ്റീവായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു കാര്യത്തിലും നെഗറ്റീവ്നെസ് ഉണ്ടെങ്കിൽ ആ മനസ്സിൽ ജ്ഞാനം വരില്ല. പക്ഷെ നമുക്ക് എന്ത് പറ്റും? ഒരു തെറ്റ് പറ്റിക്ക്, എന്തെങ്കിലും ഒരു ഇത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ തുടങ്ങും. പിന്നെ നമ്മൾ ആരെയും വിശ്വസിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ ഈ അവിശ്വാസം എന്നുള്ളൊരു മോശ ക്വാളിറ്റി നമ്മുടെ ഉള്ളില് സ്ഥാനം പിടിക്കും. അത് വലിയ ബുദ്ധിമുട്ട്. അത് എങ്ങനെ മാറ്റും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടില്ല. പക്ഷെ ശാസ്ത്രവും ഗുരുനാഥന്മാരും പറയുന്നു, അങ്ങനെ പാടില്ല, വിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കണം, നിങ്ങൾക്കൊരു അബദ്ധവും പറ്റില്ല, കാരണം ഞാൻ കൂടെ ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്.
ആ ഈശ്വര ആത്മതത്വം ഉള്ളില് പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോ ആരും നമ്മളെ പറ്റിക്കില്ല. അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അത് പൂർവജന്മ പാപത്തിന്റെ ഫലം എന്ന് മാത്രമേ നമ്മൾ അതിനകത്ത് എടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് വിശ്വാസം എന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കണം. അവിശ്വാസം എന്നുള്ളതിനെ എടുത്ത് കളയണം എന്ന് പറയും. അപ്പൊ ശ്രദ്ധയെ ഈ 17-ാം അധ്യായത്തില്, ഭഗവത്ഗീതയുടെ 17-ാം അധ്യായത്തില് ഭഗവാൻ ശ്രദ്ധയെ 3ആയി തരംതിരിക്കുന്നുണ്ട്. സാത്വിക ശ്രദ്ധ, രാജസ ശ്രദ്ധ, താമസ ശ്രദ്ധ. 3 ശ്രദ്ധ തന്നെയാണ്. സാത്വികമായിട്ടുള്ളത്, രാജസമായിട്ടുള്ളത്, താമസമായിട്ടുള്ളത്. അപ്പോ ശരിക്കും വേണ്ടത് ഏതാണ്? സാത്വിക ശ്രദ്ധ. അതാണ്, ആ ഫെയ്ത്ത് ആണ് വേണ്ടത്. സാത്വിക ശ്രദ്ധയാണ് വേണ്ടത്. ഇപ്പൊ ഒരാളുടെ കാര്യം ഒരു ഗുരുനാഥൻ പറഞ്ഞു, വീട്ടിലിങ്ങനെ ഡൊണേഷൻ വരും, അമ്പലങ്ങളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഡൊണേഷൻ ചോദിക്കാനായിട്ട് വരും. ഇദ്ദേഹം ആര് വന്നാലും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അപ്പോ ഒരു ദിവസം ഇങ്ങനെ കൊടുക്കുമ്പോൾ വീട്ടിൽ വേറൊരാളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, സാറിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നത് എന്താ? ഇത് കുറെ കളിപ്പീരുകാർ വരുന്നുണ്ടാവും, പലരും പറ്റിക്കുന്നുണ്ടാവുമല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ കൊടുക്കണേ? ഇങ്ങനെ ഈ വിഡ്ഢിത്തരം ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം ഇതിനകത്ത് കുറെ പേര് എന്നെ പറ്റിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഉള്ളില് ഈ അവിശ്വാസം എന്നുള്ളൊരു സംഭവം വരാതെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഞാൻ കാണുന്നത് ഒരു പോസിറ്റീവ് ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ആർക്കും കൊടുക്കില്ല, ആരെയും വിശ്വാസമില്ല, ആർക്കും കൊടുക്കില്ല എന്നൊരു തീരുമാനമെടുത്താൽ, ശരിയായിട്ട് ഏതെങ്കിലും അമ്പലത്തിലേക്ക് ഒരാവശ്യത്തിന് ഭക്തർക്ക് വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ചൈതന്യം നിലനിർത്താനായിട്ട് അവിടെ എണ്ണയോ കാര്യമോ പൂജയോ നൈവേദ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഉത്സവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിരിവിന് വരുമ്പോ ഞാൻ ആർക്കും കൊടുക്കില്ല, ആരെയും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്നാൽ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാതെ പോകുന്നു എന്നുള്ളൊരു അപരാധം വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു 20 പേർക്ക് കൊടുക്കുമ്പോ 5 പേരെ അതിനകത്ത് ശരിയായിട്ടുള്ളതിൽ പോകുന്നുള്ളൂ എങ്കിലും അത് മതി എനിക്ക്, ആ 5 പേർക്ക് കിട്ടുമല്ലോ. ഇല്ലെങ്കിൽ 20 പേർക്കും കൊടുക്കാതിരുന്നാൽ ആ അർഹിക്കുന്ന, ഞാൻ ചെയ്യേണ്ടതായ ആ സന്ദർഭം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ നോക്കുന്നത് അതിനെയാണ്. എത്രയോ പേര് വന്ന് പറ്റിച്ചിട്ട് പോകുമ്പോഴും പറ്റിക്കാതെ ശരിയായിട്ടുള്ള ആവശ്യത്തിന് ഉള്ളവർ വരുമല്ലോ, അവര് എൻ്റെ കയ്യിൽ, എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നും ലഭിക്കാതെ പോകരുതല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ഇത് അവിടെയാണ് പറയണേ അവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഗുരുനാഥന്മാരുടെ കാര്യത്തില് നമ്മള് നല്ല ഗുരുനാഥന്മാരെ കിട്ടുന്ന വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോ എങ്ങനെ എല്ലാവരെയും വിശ്വസിക്കും എന്ന് ചോദിച്ചാൽ, വളരെ ശ്രദ്ധാപൂർവം ഗുരുനാഥനെ തെരഞ്ഞെടുക്കുക, അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ആ വിശ്വാസത്തെ ഭഗവാൻ കാത്തുകൊള്ളും, അതിനകത്ത് ഒരു സംശയം വേണ്ട. അങ്ങനെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ പ്രമാണേ വിശ്വാസ എന്നാണ് മെയിനായിട്ട് വരുന്ന ഒരു കാര്യം. പ്രമാണേ, പ്രമാണത്തിൽ വിശ്വാസം വേണം. അതാണ് ഇവിടുത്തെ മെയിൻ സബ്ജക്ട്. അറിവിനെ തരും ഇൻസ്ട്രുമെന്റ്, അതാണല്ലോ പ്രമാണം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് പ്രമാണം എന്നുള്ളത്. അറിവിനെ തരുന്ന ഇൻസ്ട്രുമെന്റ്, ആ ഉപകരണം എന്താണോ നമുക്ക് അറിവിനെ തരുന്നത്, അതിനെ പ്രമാണം എന്ന് പറയും. അപ്പോ ആ അറിവിനെ തരുന്ന ആ ഇൻസ്ട്രുമെന്റില്, ആ പ്രമാണത്തില് വിശ്വാസം വേണം. ഇല്ലെങ്കിൽ നമുക്കത് എങ്ങനെ എടുക്കുന്നത്? വിശ്വാസമുള്ള ഒരു പ്രമാണത്തിൽ കൂടിയല്ലേ നമുക്ക് അറിവ് നേടാൻ പറ്റുള്ളൂ. അപ്പോ ഇപ്പൊ നമ്മൾ എന്താ നോക്കുന്നത്? വേദാന്തം അല്ലെ? വേദത്തിന്റെ അവസാന ഭാഗമായ കർമ്മകാന്ഡം കഴിഞ്ഞിട്ടുള്ള ജ്ഞാനകാന്ഡത്തിൽ വരുന്ന വേദാന്തത്തെ നമ്മൾ നോക്കും. വേദാന്തത്തെ നോക്കുമ്പോ വേദാന്തത്തിൽ പറയുന്ന എത്രയോ കാര്യങ്ങൾ വേദാന്തത്തിൽ പറയും. അപ്പോ വേദാന്തത്തിൽ പറയുന്ന ആ കാര്യങ്ങളിലെല്ലാം പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിലേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അവിടെ സംശയങ്ങൾ ഉണ്ടാകാം. സംശയത്തെ ഗുരുനാഥനോട് ചോദിച്ച് മനസ്സിലാക്കാം. അത് സംശയം. അവിശ്വാസം എന്നാൽ സംശയമല്ല. അപ്പൊ അവിശ്വാസമുള്ള മനസ്സിൽ ഒന്നും പ്രവേശിക്കത്തില്ല.
സംശയമുള്ള സ്ഥലത്ത് സംശയ ദൂരീകരണം ഇല്ലേ? ചോദ്യോത്തരത്തിൽ കൂടിയാണല്ലോ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഉപനിഷത്തുകളൊക്കെ അങ്ങനെയാണ്, നിറയെ ഉപനിഷത്തുകളെല്ലാം ചോദ്യോത്തരത്തിൽ കൂടെയാണ്. അങ്ങനെയാണ് ശിഷ്യന്മാർ സംശയം മാറ്റിയെടുക്കുന്നത്. അവിടെ അവിശ്വാസമല്ല, അത് സംശയ ദൂരീകരണമാണ്. അപ്പോ പൂർണ്ണമായിട്ടും വേദാന്തത്തിൽ വിശ്വാസം വേണം. ഇപ്പൊ വേദാന്തത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇന്ന ഫലം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന് വിശ്വസിക്കണം. വിശ്വസിച്ചാലേ ഫലം ഉണ്ടാവുള്ളൂ, അല്ലാതെ എങ്ങനെ ഫലം ഉണ്ടാവണേ? അല്ലാതെ ഫലം ഉണ്ടാവില്ല. ഇപ്പൊ ഈശ്വര കാര്യത്തിൽ എങ്ങനെയാ? നമ്മളിപ്പോ പറയുമ്പോ ഈശ്വരനിൽ വിശ്വസിക്കൂ, നിങ്ങൾക്ക് ഫലം ഉണ്ടാവും എന്ന് പറയും. അപ്പൊ തിരിച്ചു പറയുന്ന ഒരാൾ പറയാണ്, ഫലം ഉണ്ടായാൽ ഈശ്വരനിൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ ആർക്കാണ് അവിടെ നഷ്ടം? ഈശ്വരന് വല്ല നഷ്ടപ്പെടാനുണ്ടോ? നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇല്ല, ഇല്ലേ? ചിലരങ്ങനെ പറയാറുണ്ടല്ലോ. നമ്മളിപ്പോ വഴിപാട് കഴിക്കുമ്പോ തന്നെ അങ്ങനെ ആലോചിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്റെ ഈ കാര്യം നടന്നാൽ ഭഗവാനെ ഞാനൊരു ശയന പ്രദർശനം നടത്തിയേക്കാം. ഭഗവാന് വലിയ അത്യാവശ്യമാണല്ലോ നമ്മുടെ ശയന പ്രദർശനം അവിടെ കിടന്ന് ഉരുണ്ടിട്ട്. നേരെ മറിച്ച് ഭഗവാനെ ഞാനിതാ എന്റെ ശരീരം പോലും വേദനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ശയന പ്രദർശനം ചെയ്യുന്നത്, എന്റെ കാര്യം നടത്തി തരണം. എന്തെങ്കിലും എന്റെ പാപം, പൂർവ്വജന്മ പാപം ഉണ്ടെങ്കിൽ അത് ഈ വേദനയായിട്ട് ഞാൻ അനുഭവിച്ച് തീർത്തേക്കാം. സങ്കല്പമാണ് ഇതിന്റെയൊക്കെ വലിയ കാര്യം. വലിയ വലിയ സങ്കല്പങ്ങളാണ്. ഗീതയിൽ ഭഗവാൻ ശരീരത്തെ വേദനിപ്പിക്കുന്നതിനെ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ശരീരത്തെ വേദനിപ്പിക്കുന്ന ഒരു തരം ആരാധനയും ഭഗവാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്നെ വേദനിപ്പിക്കുകയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ശരീരത്തെയും അതിനകത്ത് അന്തര്യാമിയായിരിക്കുന്ന എന്നെയും വേദനിപ്പിക്കുന്നു ഈ കൂട്ടർ. അവർ രാജസികമായിട്ടുള്ളവരാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അത് പോട്ടെ, പിന്നെ എന്റെ ചില ഓരോ സ്റ്റേജ് അല്ലേ, അതിൽ നിന്ന് കടന്നിട്ട് വേണമല്ലോ സാത്വികമായ സ്റ്റേജിലേക്ക് വരാൻ. അപ്പൊ അതുകൊണ്ട് കുറച്ചു നാൾ അതിൽ പോയാൽ പിന്നീട് അങ്ങോട്ട് ഉയരും, സംശയമില്ലാത്ത കാര്യം. അവിടെ തന്നെ നിന്നു പോകരുത്. ഗരുഡൻ തൂക്കം, ശൂലം കുത്തല്, ഇങ്ങനത്തെ ഒത്തിരി പരിപാടികളുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് ഭഗവാൻ എന്ത് കിട്ടാനാ? അപ്പൊ അവിടെ മനസ്സിനെ കൂടുതൽ ഉറപ്പിക്കാനുള്ള ഒരു പ്രക്രിയയായിട്ട് മാത്രം അതിനെ കാണാം നമ്മൾക്ക് എടുക്കുമ്പോ. അപ്പോ അങ്ങനെ വരുമ്പോ ഇതൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണോ? വേദത്തിൽ പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല. അതൊക്കെ പിന്നീട് ഓരോരുത്തരും ഉണ്ടാക്കി തീർത്തതാണ്. ശൂലം കുത്തലും ചൈന പ്രദർശനവും ഗരുഡൻ തൂക്കവും ഇതൊന്നും വേദത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ പിന്നീട് പലരും ഓരോ ആചാരങ്ങൾ എഴുതി ചേർത്ത കൂട്ടത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ വേദാന്തത്തില് വിശ്വാസം വേണം, വേദാന്തത്തിൽ വിശ്വാസം വേണം. വേദാന്തമാണ് പരമമായ ജ്ഞാനം തരുന്നത്. അവിടെ വിശ്വാസം പൂർണ്ണമായിട്ടും വേണം. ഇപ്പൊ നമ്മൾ ഒരാളോട് വേദാന്തത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി, സ്വല്പം ഭക്തിയുള്ള ഒരാളോട് ആണെങ്കിൽ പോലും വേദാന്തം പറഞ്ഞാൽ ഉടനെ അവരെന്ത് പറയും? എന്റെ സാറേ വേദാന്തം ഒന്നും കേൾക്കണ്ട, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാ, ഇവിടത്തെ നമ്മുടെ അനുഭവം തന്നെ നമ്മുടെ വേദാന്തം, അല്ലാതെ എന്ത് വേദാന്തം, ഇതൊന്നും നമുക്ക് പറ്റുമോ? നമുക്കിതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് പിന്മാറും. അത് എന്താ വെച്ചാൽ പൂർവ്വജന്മ സുഹൃതം ഇല്ല, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളവരോടൊന്നും മിണ്ടാതിരിക്കുക, പറയാതിരിക്കുക, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയേക്കുക. അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്നവർ പൂർണ്ണമായിട്ടും വേദാന്തത്തിൽ വിശ്വസിക്കണം, ആത്മതത്വത്തിൽ വിശ്വസിക്കണം. പരമാത്മതത്വം, ആത്മതത്വം, പിന്നെ ജീവാത്മാ പരമാത്മ ഐക്യം, ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഗുരുനാഥന്മാർ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളവർ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അവരുടെ വാക്യങ്ങളാണ് വേദാന്തത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. വേദാന്തത്തിൽ കൂടി തന്നെയാണ് അവരൊക്കെ ജ്ഞാനത്തിലെത്തിയ. ഈ പൂർണ്ണ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പോ വേദാന്തം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അത് ജഡമാണ്, അല്ലെ? ഋഷിമാരിൽ നിന്ന് കിട്ടിയതാണ്, ഇതിനെ പകർന്നിങ്ങ് വന്നിരിക്കുന്നതാണ്. അത് ആരൊക്കെയോ കുറിച്ചിട്ടു, അതിൽ നിന്ന് കിട്ടി, അതല്ലേ നമുക്കുള്ളൂ, നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ജഡമല്ലേ? ലെറ്റേഴ്സ് അല്ലേ, ജഡമല്ലേ? അപ്പോ അതെങ്ങനെയാ പിന്നെ അതിൽ വിശ്വാസം വരുത്താൻ പറ്റുക? ജഡമായതിൽ എങ്ങനെയാ വിശ്വസിക്കുക? ജഡമായതിൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് പറഞ്ഞു തരുന്ന ചൈതന്യമുള്ള ഗുരു ആരാണ്? ചൈതന്യം തന്നെയാണ്, അല്ലെ? ആത്മചൈതന്യം തന്നെയാണ് ഗുരുവിലും. ആ പരമാത്മ ചൈതന്യം തന്നെയാണ് ഗുരുവില്. ആ ജഡമായ ശരീരത്തില് അന്തര്യാമിയായിട്ടിരുന്നു കൊണ്ട് സാക്ഷാൽ ജഗദീശ്വരൻ തന്നെയാണ് ഗുരു രൂപത്തില് ജഡമായിട്ടുള്ള വേദാന്തത്തെ പ്രകാശിപ്പിച്ച് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചേതനമാക്കി പറഞ്ഞു തരുന്നത്. അങ്ങനെ വേണം അതിനെ കാണാൻ. അപ്പോ
കുശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, കുശ്രദ്ധ. അതായത് ഇപ്പോ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഒരു ഗുരു പറയുകയാണ്, പെട്ടെന്ന് ഇങ്ങനെ കൈ മൂടി പിടിച്ചിട്ട് പറയുകയാണ്, എന്റെ കൈക്കകത്ത് എന്താണെന്ന് അറിയാവോ? അപ്പൊ നമ്മൾ പറയും ഇല്ല, അറിയില്ല. എന്റെ കൈക്കകത്ത് ഒരു ചെറിയ മോതിരമുണ്ട്. അപ്പൊ നമ്മൾ പറയാം എന്നാ കാണട്ടെ, കാണിക്കൂ, കാണാം എന്ന് പറയും. അപ്പൊ നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് ഗുരുവാണ് പറയുന്നത് എന്റെ കൈക്കകത്ത് മോതിരമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുമല്ലോ? വിശ്വസിക്കും. കാരണം ഗുരു നുണ പറയുന്ന ആളല്ല. അതുകൊണ്ട് അദ്ദേഹം കൈ മൂടി പിടിച്ചിട്ട് എന്റെ കൈക്കകത്തൊരു മോതിരമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഉണ്ട് എന്ന് തന്നെ വിചാരിക്കും. അദ്ദേഹം കൈ തുറന്ന് മോതിരത്തെ കാണിക്കുകയും ചെയ്യും, നുണ പറയില്ല. അതേസമയം വേറൊരു സ്ഥലത്ത് പഠിക്കുമ്പോൾ പറയുകയാണ്, എന്റെ കൈക്കകത്ത് ഒരു ആനയുണ്ട് എന്ന് പറഞ്ഞാലോ? സ്പഷ്ടമാണല്ലോ അല്ലെന്നുള്ളത്, പറ്റില്ല എന്നുള്ളതും തെറ്റാണെന്നുള്ളത് സ്പഷ്ടമാണ്. അങ്ങനെയുള്ളതിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ ഗുരുവാണെന്ന് പറഞ്ഞുകൊണ്ട്? പറ്റില്ല. അങ്ങനെ വിശ്വാസം വേണമെന്ന് പറയുന്നില്ല ഇവിടെ. അപ്പൊ അവിടെ നമ്മുടെ ബുദ്ധി വിവേകമെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കും. കാരണം ഒറ്റ നോട്ടത്തിൽ അത് ശരിയല്ലെന്ന് നമുക്കറിയാം. ഒരു ആന കൈക്കകത്ത് ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിനെ വിശ്വസിക്കരുത്. അതാണ് അങ്ങനെ ഗുരു എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. ഗുരു കയ്യിൽ ആനയുണ്ടെന്ന് പറഞ്ഞാൽ ആനയുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതിന് കുശ്രദ്ധ എന്നാണ് പറയുക. അത് ശരിയായിട്ടുള്ള ശ്രദ്ധയല്ല. ഇങ്ങനെയുള്ള മനസ്സിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും അനലൈസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഗുരുവാക്യവും അനുഭവവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാം. വേദാന്തത്തിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഗുരുവാക്യം വേദാന്തത്തിൽ വരും, നമ്മുടെ അനുഭവം വേറെ തരത്തിൽ പോകും. അപ്പോ നമുക്ക് ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാവാം. ഗുരുവാക്യവും നമ്മുടെ അനുഭവവും തമ്മിലുള്ള വ്യത്യാസം ധാരാളം കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയത് മാറ്റുക? അതിന് വിചാരം ചെയ്യൽ. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്, വിചാരം ചെയ്യലാണ് അതിന്റെ പണി. ഇങ്ങനെ പഠിച്ച് ഓരോ വാക്കുകളുടെ അർത്ഥവും ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ വിചാരം ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ ആൾക്കാർ വിചാരം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമം പോലുമേ നമുക്കിപ്പോ പറ്റുന്നു. അത് തന്നെ എത്ര കാലം കഴിയണം? അപ്പോ അതിന് വിചാരം ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് കീറി മുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും അതിനകത്ത് മനസ്സിലാക്കി കൊണ്ടുവരുന്നതിലാണ് വിചാരം ചെയ്യൽ എന്ന് പറയുന്നത്. അപ്പോ ഗുരുവാക്യത്തിലെ സത്ത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഗുരുവാക്യം, ഒരു കാര്യം പറയുമ്പോൾ അതിനകത്തെ സത്ത് എന്താണ് എന്ന് മനസ്സിലാവാൻ ശ്രമിക്കണം. അത് മനസ്സിലായില്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് വിചാരിക്കരുത് ഉടനെ. നമുക്കതിനുള്ള പ്രാപ്തി ആയിട്ടില്ല. ഗുരു പറയുമ്പോൾ, നല്ലൊരു ഗുരു പറഞ്ഞു തരികയാണ്, നമുക്ക് പെട്ടെന്ന് അതിൽ മനസ്സിലാവുന്നില്ല. ആത്മതത്വം തന്നെ അങ്ങനെയൊന്നും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലാകാതിരിക്കുമ്പോൾ ഇത് മുഴുവൻ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ അതിനനുസരിച്ച് വളർന്നില്ല. അതുകൊണ്ടാണ്. നമ്മുടെ പക്വത ആയി വരുന്തോറും, വളർച്ച പതുക്കെ സ്റ്റേജ് ബൈ സ്റ്റേജ് വരുന്തോറും, ഇപ്പൊ തന്നെ നമ്മൾ നേരത്തെ തൈത്തിരി ഉപനിഷത്ത് തൊട്ടാണ് തുടങ്ങിയത്. അത് തുടങ്ങാൻ കാരണം അവിടുത്തെ മന്ത്രത്തിന്റെ സ്റ്റൈലും അത് മന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതും ഡെയിലി പാരായണത്തിലൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തുടങ്ങി നമ്മളൊരു 4-5 ഉപനിഷത്തിലേക്ക് മുന്നോട്ട് വന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ തത്വബോധത്തിനകത്തേക്ക് കയറി വന്നപ്പോഴാണ് തോന്നുന്നത് തത്വബോധം കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഉപനിഷത്ത്. കാരണം കുറച്ചുകൂടെ നമ്മൾ അതിനകത്ത് ഇൻവോൾവ്ഡ് ആയി പോകുമായിരുന്നല്ലോ എന്നൊരു തോന്നൽ ഇപ്പൊ വരുന്നുണ്ട്. അത് ശരിയാണ്. എന്നുവെച്ചാൽ നമ്മൾ പഠിക്കുന്ന സിസ്റ്റത്തിൽ ചെറിയൊരു മാറ്റം വന്നതാണ്. ശരിക്കും വേണ്ടത് തത്വബോധം കഴിഞ്ഞിട്ട് വേറെ 1-2 കൂടിയുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഉപനിഷത്തിലേക്ക് പോകാൻ. അപ്പൊ കുറച്ചുകൂടെ നമുക്കതിന്റെ അന്തരാർത്ഥം വളരെ നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ അത് നമ്മുടെ എന്താ പറയാ, റിസീവിങ് കപ്പാസിറ്റി കൂടി വരുന്നതനുസരിച്ചും, പിന്നെ നേരത്തെ പറഞ്ഞ എന്താണ് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻസ് ഉപനിഷത്തൊക്കെ പഠിക്കണമെങ്കിൽ അർഹത എന്ന് പറഞ്ഞല്ലോ, സാധന ചതുഷ്ടയം. അതിൽ കൂടി പോയാൽ മാത്രമേ നമുക്ക് ഉപനിഷത്തുകളൊക്കെ മനസ്സിലാവൂ. അപ്പൊ അതാണ് ഇവിടെ നമ്മളിപ്പോ സാധന ചതുഷ്ടയം എന്താണ്, അതിനെ കീറി മുറിച്ച് നമ്മൾ നോക്കി. വൈരാഗ്യം എന്താണ്, ഓരോന്നോരോന്നോരോന്നും നോക്കി വന്നപ്പോഴാണ് ഇപ്പോ ശമതമാദികളിനകത്ത് കയറി വന്നിട്ട് അതിൽ കൂടി നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ തിദീക്ഷ കഴിഞ്ഞ് ശ്രദ്ധ എന്നിവിടെ വന്നു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന പല പദങ്ങളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാവുന്നു. അപ്പോ ഗുരുവാക്യങ്ങൾ ചിലപ്പോൾ മനസ്സിലായില്ല, തൽക്കാലം മനസ്സിലായില്ല എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നീട്
നമ്മുടെ സാധന കൊണ്ട് അത് നമുക്ക് വെളിപ്പെടും. അപ്പോ ശമതമം, ഉപരമം ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോ തിതിക്ഷ, സ്ട്രോങ് മൈൻഡ്, ഇങ്ങനെ ഓരോന്ന് കഴിഞ്ഞ് വന്നിട്ട് ശ്രദ്ധ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം മനസ്സിലാവും. മനസ്സിന് നല്ല പക്വത വരും. കാരണം ഒഴിഞ്ഞ പാത്രത്തിലേ വീണ്ടും ഒഴിക്കാൻ പറ്റും. നിറഞ്ഞിരിക്കുന്നിടത്ത് ഒഴിക്കാൻ പറ്റുമോ? നമ്മള് സാധാരണ നിലയ്ക്ക് നമ്മൾ ഒരു ഗുരുനാഥന്റെ അടുത്ത്, ഒരു നോർമൽ കോഴ്സാണ് ഞാൻ പറയാം കേട്ടോ, ഒരു സാധാരണ രീതിയിൽ നമ്മളൊരു ഗുരുവിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ വായിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു താല്പര്യം ആത്മീയതയിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളില് കുറെ കാര്യങ്ങൾ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ശേഖരിച്ചു വെച്ച് നമ്മളെ ഉള്ളിലുള്ളതുമായിട്ട് എവിടെ ഒരു സ്ഥലത്ത് ഒരു ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം നമ്മളെ ഉള്ളിലുള്ളതുമായിട്ട് യോജിച്ച കാര്യങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ ഉടനെ പറയും നല്ല ഗുരുനാഥനാകട്ടോ. നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ അങ്ങനെ പറയുന്നതന്നെ എല്ലാം ശരിയാ, ഞാൻ നേരത്തെ നോക്കി വെച്ചതൊക്കെ ശരിയാ, ഗുരു എല്ലാം അത് തന്നെയാ പറഞ്ഞേ, അപ്പൊ നമുക്ക് നല്ല ഗുരുവായി. നേരെ മറിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്ന ഇത്തിരിയോടെ അങ്ങേരെ എന്ത് വിചാരിച്ചു, ഏതായാലും ഇയാൾ വന്നിരിക്കുന്നല്ലോ, നമുക്ക് നോക്കാം എന്തുമാത്രം അറിവുണ്ട് എന്നൊന്ന് അറിഞ്ഞിട്ട് അവനെ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊന്നും പിടികിട്ടുന്നില്ല. നമ്മൾ ഉടനെ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ്, മഹാപ്രശ്നമാണ് ആ മനസ്സ്. മനസ്സ് പറയും, ഓ ഇങ്ങേര് വലിയ വലിയ കാര്യങ്ങളൊക്കെയാ പറയുന്നേ, നമുക്കൊന്നും ഇത് ശരിയാകത്തില്ല. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇങ്ങേര് പറയുന്നത്. പിന്നെ നമ്മൾ വായിച്ചതാ ഭേദം എന്നൊക്കെ മനസ്സ് തകരാറുണ്ടാകും. അവസാനം നമ്മൾ അവിടെ നിന്ന് പോരുകയും ചെയ്യും. അപ്പൊ നമ്മളെ ആരാണോ നമ്മളെ പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, കൊള്ളാം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഗുരുവിനെയാണ് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുക. അത് ലോക സ്വഭാവമാണ്. പക്ഷേ ഒരു ഗുരു നല്ലൊരു ഗുരുവാണെങ്കിൽ ഇവന് പാകം വന്നിട്ടുണ്ടോ, ഞാൻ ഇനി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള പാകമുണ്ടോ, സാധനാ ചതുഷ്ടയത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ടോ, ശമതമാദികളൊക്കെ ശീലിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പരിശോധിച്ചിട്ടേ അവര് എന്തെങ്കിലും തത്വങ്ങൾ ഉപദേശിക്കും. അല്ലാതെ തത്വം ഉപദേശിക്കില്ല. കാരണം ഉപദേശിച്ചാൽ ഇത് മനസ്സിലാവില്ല, വെറും പാഴ്വേലയായി പോകും. അങ്ങേരുടെ സമയവും പോകും, ശിഷ്യന്റെ സമയവും പോകും. അപ്പോ അവിടെയൊക്കെ ഈ ശ്രദ്ധ, വിശ്വാസം ഇതൊക്കെ അളക്കും. ഗുരു നന്നായിട്ട് അളന്നിട്ടേ ഇത് പറഞ്ഞു തരും. അപ്പോ നമ്മള് മനസ്സ് തുറന്നിട്ട് വളരെ പ്രശാന്ത മനസ്സോടുകൂടി ഗുരു പറയുന്നത് സ്വീകരിക്കാനായിട്ട് ആ പാത്രം, ഒഴിഞ്ഞ പാത്രവുമായിട്ട് ചെല്ലുവാണെങ്കിലോ നമുക്ക് എല്ലാ അറിവുകളും അവിടെ നിന്ന് കിട്ടും. അപ്പോ ഒരു വിഷയത്തെ കുറിച്ചുള്ള നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, നമുക്ക് കിട്ടുന്ന നോളജ്, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ നമ്മളോട് ഒരാള് ഒരു 10 മിനിറ്റ് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരാള് കുറച്ച് കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്നു, നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിച്ചു. പിന്നെ ഇടയ്ക്ക് ഒരു മൊബൈൽ വന്നു, അതിനെ ജസ്റ്റ് ഒന്ന് എടുത്തു, ഓഫ് ചെയ്തു. ഇങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ ഈ 15 മിനിറ്റിനകത്ത് കടന്നു പോയാൽ ഈ 15 മിനിറ്റ് നമ്മളോട് വളരെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആള് പറഞ്ഞതിൽ നമ്മൾ വേറെ ആക്ടിവിറ്റീസിൽ എപ്പോഴാണോ നമ്മുടെ മനസ്സൊന്ന് പോയത് അത്രയും സമയം നമുക്ക് വേസ്റ്റായി പോയി, അയാൾക്കും വേസ്റ്റായി പോയി, നമ്മുടെ ഉള്ളിൽ കയറിയില്ല. അപ്പൊ ചിലപ്പോൾ എന്തുണ്ടാവും, ആ ഒരു ഗ്യാപ്പിലായിരിക്കും നല്ല ഒരു ഇൻഫർമേഷൻ നമ്മൾക്ക് പാസ്സാവാൻ ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിലേക്ക് വരാനുണ്ടായിരുന്നത്. അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസം, ആ ശ്രദ്ധ, വിശ്വാസത്തോടു കൂടി തന്നെ അവിടെ ഇരുന്നാലേ അത് പറ്റും. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, മനസ്സ് വേറെ വഴിയിലേക്ക് മാറില്ല. അതാണ് ആ ശ്രദ്ധയും വിശ്വാസം തമ്മിലുള്ള ബന്ധത്തെ, ആ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ പോലീസിന്റെ ബുദ്ധി അത് നമ്മുടെ ഈ വിശ്വാസവുമായിട്ട് യോജിക്കത്തില്ല. എങ്ങനെയാ യോജിക്കില്ല എന്ന് പറഞ്ഞാൽ, പോലീസുകാരൻ്റെ അടുത്ത് വരുന്നവരാരാ? പോലീസുകാർ പിടിച്ചുകൊണ്ടുവരുന്നവര് കള്ളന്മാരോ മോശപ്പെട്ടവരോ ആയിരിക്കും. അവര് പറയുന്നതിനെ വിശ്വാസമാണ് വലുത്, ശ്രദ്ധയാണ് വലുത്, വിശ്വാസമാണ് വലുത് എന്ന് പറഞ്ഞ് പോലീസുകാരെ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. അയാൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല, സത്യം പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. കാരണം ആ ബുദ്ധി, പോലീസ് ബുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിശ്വസിക്കാവുന്നുള്ളതല്ല, അത് വേറെ ബുദ്ധി. ആ ബുദ്ധിയല്ല ജ്ഞാനം സമ്പാദിക്കാനായിട്ട് വേണ്ടത്. അപ്പോ അങ്ങനെയുണ്ട്, ബുദ്ധി പല രീതിയിൽ പോവും. പോലീസ് ബുദ്ധിയായിട്ട് തന്നെ ഇരിക്കണം.
അപ്പോഴല്ലേ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റൂ ഇപ്പം വന്നേച്ച് സത്യം പറയൂ? ഒരിക്കലും സത്യം പറയത്തില്ല. എപ്പോഴും കള്ളമേ പറയുള്ളൂ. അത് പോലീസുകാരന് അറിയുകയും ചെയ്യാം. അപ്പൊ അവിടെ ആ വിശ്വാസം എന്നുള്ളതിന് വ്യത്യാസമുണ്ട്. ഓ ജ്ഞാനമാർഗത്തിലേക്ക് പോകുമ്പോൾ അത് വേറെ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പൊ സാധാരണ അങ്ങനെ പറയും. അപ്പൊ ഈ ശ്രദ്ധയ്ക്ക്, ഈ വിശ്വാസത്തിന് എന്താണ് തടസ്സം എന്ന് പറഞ്ഞാൽ ഭയമാണ്. ഞാനിത് വിശ്വസിച്ചാൽ നാളെ എന്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള ഭയം. പിന്നെ അനുഭവങ്ങൾ, ചില അനുഭവങ്ങൾ ഈ വേദാന്തത്തിൽ പറയുന്ന ഗുരു പറയുന്ന അനുഭവങ്ങളുമായിട്ട് വ്യത്യാസം കാണും. അപ്പോൾ ഇതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുമോ ഒരു ഇടയിളക്കം മനസ്സിനുണ്ടാകാം. അപ്പോ പിന്നെന്താണ്, ഒരു വാണിംഗ് ഇല്ലേ, ഒരു റോങ് ഫിലോസഫി ഇപ്പൊ കിടപ്പുണ്ട്. എന്താണ്? ആരെയും വിശ്വസിക്കരുത് എന്നുള്ളൊരു റോങ് ഫിലോസഫി ഇപ്പോ ഈ കാലഘട്ടത്തില് നമ്മുടെ ഉള്ളിലെല്ലാം കയറിയിട്ടുണ്ട്. ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത് അത് വലിയ ഒരു തടസ്സമാണ് ജ്ഞാനസമ്പാദനത്തിന്. അപ്പൊ അതിൽ നിന്ന് സ്വയം എങ്ങനെ കരകയറണമെന്ന് സ്വയം അതിനുള്ള മാർഗമൊക്കെ കണ്ടുപിടിക്കണം. ഇനി ശ്രദ്ധയെ വളർത്തുന്നത് എങ്ങനെ എന്നൊരു 2-3 ഉപായങ്ങൾ ഇവിടെ പറയുന്നു. അതുകൂടെ നമുക്ക് നോക്കാം. ഈശ്വരത്വ ബുദ്ധി, അതാണ് അതിന് വേണ്ടത്. പോലീസ് ബുദ്ധിയല്ല, ഈശ്വരത്വ ബുദ്ധി ഉണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? വേദം ഈശ്വരനിൽ നിന്ന് വന്നതാണ്, ഋഷിമാർക്ക് ദർശനത്തിൽ ലഭിച്ചതാണ്, ഈശ്വരവാണിയാണ്, അതാണ് ധർമ്മത്തെ പറഞ്ഞു തരുന്നത്. അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം, ധർമ്മമനുസരിച്ച് ജീവിക്കണം. ഇങ്ങനെയുള്ള ആ ധർമ്മത്തിൽ, വേദത്തിലുള്ള വിശ്വാസം, വേദാന്തം മനുഷ്യനാൽ എഴുതപ്പെട്ടത് അല്ല, ഈശ്വരനാൽ പറയപ്പെട്ടതാണ് എന്ന് ഉള്ള ബോധം ഉണ്ടാവണം. മനുഷ്യൻ എഴുതി വെച്ചതാണ് വേദം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല. കാരണം മനുഷ്യൻ എഴുതുന്നതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നല്ലോ. ജനിച്ചു മുതൽ ഇന്ന് വരെ എല്ലാം മാറ്റങ്ങളല്ലേ നടന്നിരിക്കുന്നത്. അപ്പോ അത് ഈശ്വരവാണിയാണ്, അത് ദർശനത്തിൽ കൂടി ലഭിച്ചതാണ്, ആരും എഴുതി വെച്ചതല്ല എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകണം. പിന്നെ വിനയം വേണം. വിനയമുള്ളപ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ വാക്ക് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. വിനയമില്ലാത്തവരുടെ ഒരാളുടെ അകത്ത് വേറൊരാളുടെ ഉപദേശം അകത്തേക്ക് പോവുകയില്ല. ഇപ്പൊ അത് കാരണം എന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ എല്ലാ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ ഫീൽഡില് സ്വല്പം പ്രശസ്തരായിരിക്കും. സാധാരണ നിലയ്ക്ക് ഒന്നിലെ സ്പോർട്സിൽ നല്ല പ്രശസ്തനായിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ എല്ലാ മാർക്കും 100% ഫുൾ A+ ഒക്കെ കിട്ടുന്നവരായിരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട്, വയലിൻ അങ്ങനെയുള്ള ചെണ്ടയോ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഗംഭീരമായിട്ട് വായിക്കുന്നവരായിരിക്കും. ഈശ്വരന്റെ വിഭൂതികള് ഓരോരുത്തരിലും ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതില് ചില വിഭൂതികള് ഭഗവാൻ ഗംഭീരമായിട്ട് പുറത്തേക്ക് അതിനെ പ്രകടിപ്പിക്കും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ കഴിവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു അഹങ്കാരം നമ്മുടെ മനസ്സിൽ വരും. അത് ഏറ്റവും കൂടുതൽ വരുന്നത് വേദാന്ത ഈ വിഷയങ്ങളിലാണെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ പഠിപ്പിക്കുന്ന ഉപനിഷത്ത് പഠിപ്പിക്കുക, ഇതിനകത്തൊക്കെയാണ് ആ ഗർവം കൂടുതൽ ഉണ്ടാവുക. ഞാൻ ഏതാണ്ടൊക്കെ പഠിച്ചു എന്നും മനസ്സിലാക്കിയെന്നും എന്റെ യൂട്യൂബ് കേൾക്കാൻ കുറെ ആൾക്കാരുണ്ടെന്നും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു താക്കീത് വരുന്നുണ്ട്. ആ ഗർവം മനസ്സിൽ വരുമെന്ന് പറഞ്ഞു എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഞാനൊക്കെ അത് വളരെയധികം സൂക്ഷ്മമായിട്ട് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വെച്ചാൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു അഹങ്കാരം അതിനകത്ത് ഉണ്ടാവും എന്നാ പറയുന്നത്. ഞാൻ എന്തൊക്കെയോ വായിച്ചു, മറ്റുള്ളവർ പറയണതൊക്കെ തെറ്റാണ്, ഇങ്ങനൊരു ഗർവം അത് വരാതിരിക്കാൻ എന്നും ഭഗവാനോട് രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കുക എന്നുള്ളതുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ അപ്പോ നമ്മുടെ പൂർവ്വജന്മം ഇതനുസരിച്ച് വരില്ലായിരിക്കാം, നമ്മൾക്ക് അങ്ങനെ വിശ്വസിക്കാം. അപ്പൊ അത് അങ്ങനെ വിനയം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ശ്രദ്ധ സമ്പാദിക്കാൻ, വിശ്വാസം എന്ന ശ്രദ്ധ സമ്പാദിക്കാൻ സാധിക്കുള്ളൂ. തുറന്ന മനസ്സ് വേണം. പിന്നെ സേവ ചെയ്യണം. പണ്ടൊക്കെ ഗുരുവിന്റെ അടുത്ത് പോയി, ഗുരുകുലത്തിൽ പോയി ഗുരുസേവ ചെയ്ത് ജീവിക്കുന്നത് അതിനു വേണ്ടിയില്ല. സേവ ചെയ്ത് ആ ഗുരുവിനുള്ള വിശ്വാസം കൂടിക്കൂടി വന്ന് ഗുരുവാക്യത്തിലുള്ള വിശ്വാസം കൂടിക്കൂടി വരണം. അപ്പോ സേവയില് അന്നൊക്കെ സേവയിൽ കൂടിയേ ഗുരുവിനെ സമീപിക്കാൻ തന്നെ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കാര്യമല്ല, ഇപ്പൊ പൈസ കൊണ്ടാണെന്ന് പലപ്പോഴും സമീപിക്കുന്നത്. പണ്ടങ്ങനെയല്ല, സേവ ചെയ്ത് ശാരീരികമായിട്ട് പല സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ഒരു ഗുരുവിന്റെ അടുത്ത് പോയി എന്തെങ്കിലും പഠിക്കാൻ. നമ്മൾ വായിക്കുമ്പോൾ അറിയാലോ, പഴയ ഗുരുക്കന്മാരുടെ കൂടെയുള്ള ശിഷ്യന്മാര് ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് അവരുടെ കൂടെ നടന്ന് 24 മണിക്കൂറും ഗുരുവിന്റെ പാദസേവ ചെയ്തുകൊണ്ടും പണികൾ ചെയ്തുകൊണ്ടും അവരുടെ വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോ
ഇപ്പോഴത്തെ കാലത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ അതിന് പകരം ഇപ്പോൾ ഗുരുകുലത്തിലൊന്നും പോയി പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഗുരുവിന്റെ അടുത്ത് പോകണം, വേദാന്തത്തിൽ താല്പര്യമുണ്ട്, ജ്ഞാനം സമ്പാദിക്കണമെന്നുണ്ട്. അപ്പോൾ പുറത്ത് സർവീസ് ആക്ടിവിറ്റീസിൽ ഇടപെടണം, നിർബന്ധമാണ്. എന്തെങ്കിലും സർവീസ് സമൂഹത്തിൽ ചെയ്യണം, അത് ആവശ്യമാണ്. ഇതിന്റെ ഒരു പാർട്ടാണ്. ഈ വിനയം വരാൻ വേണ്ടിയിട്ടും ലോകത്തെ കാണാനും, നമ്മുടെ അനുഭവം മാത്രമല്ല ശരി, പുറത്തുള്ള വേറെന്തെല്ലാമോ പുറത്തുണ്ട്, പല മനുഷ്യരും ജീവിക്കുന്ന ചുറ്റുപാട്, അങ്ങനെയൊക്കെ വരുമ്പോഴേ ഈ വേദാന്തം ശരിയാണെന്ന് അറിയുള്ളൂ. ഇപ്പൊ കയ്യും കാലും ഇല്ലാതെ ജനിക്കുന്ന കുട്ടികൾ, തല വലുതായിട്ട് ജനിക്കുന്ന കുട്ടികൾ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ തോന്നുക? ഈശ്വരൻ ഇത്ര ക്രൂരൻ തന്നെ, ഇങ്ങനെ ആ കുച്ച് എന്ത് ചെയ്തു, ജനിച്ചു വീണുടനെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അല്ലേ? നമ്മൾ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഒരു വീട്ടിലൊരു കുഞ്ഞുണ്ടായി, 2-3 വയസ്സിനകം കുഞ്ഞു മരിക്കുന്നു. അപ്പൊ നമ്മൾ പറയും, ആ അച്ഛനമ്മയും നമ്മുടെ കൺമുന്നിൽ കണ്ടപ്പോൾ വളരെ സാത്വികമായിട്ട് ജീവിക്കുന്നവരാണ്, അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത് സംഭവിച്ചത്? ഇതൊക്കെ നമ്മൾ നിത്യം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ധാരാളം, ഇങ്ങനെ ഒരുപാടുണ്ട് നമ്മുടെ മനസ്സിൽ. അതിനൊക്കെ മറുപടി കിട്ടണമെങ്കിൽ പുറത്തു പോയി ഇതെല്ലാം കാണണം. കണ്ട് 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 ഈ മനസ്സിൽ ചോദ്യങ്ങൾ കൂടി വരണം. കൂടി വന്നിട്ട് ഇതിന്റെ സംശയ ദൂരീകരണം വേദത്തിൽ കൂടി ലഭിക്കണം, ഗുരുമുഖത്തിൽ നിന്ന് ലഭിക്കണം. അപ്പൊ പറയും, ഇന്നതാണ് സംഭവം, കർമ്മഗതിയാണത്, കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മത്തിന്റെ ഫലമാണ് ഈ വരുന്നത് എന്ന് രണ്ടിനെയും പറഞ്ഞു തരും. നന്മയും പറഞ്ഞു തരും, തിന്മയും പറഞ്ഞു തരും. മഹാഭൂതറയായിട്ട് ജീവിക്കുന്നവൻ ഇഷ്ടംപോലെ ധനം സമ്പാദിക്കുന്ന കാണാം, മുന്നോട്ട് പോകുന്ന കാണാം, തിരിച്ചും കാണാം. അപ്പൊ ഇതെന്താണിത്? എന്താണ് ഈ ഡൈവേഴ്സിറ്റി? ഭയങ്കര ഡൈവേഴ്സിറ്റി ആണല്ലോ. ഇവിടെ നിയമം ഒന്നേ ഉള്ളൂ പ്രകൃതിക്ക്, അതിന്റെ ഫലം ഡൈവേഴ്സിഫൈഡ് ആയിട്ട് വരുന്നതാണ്. അത് നമുക്കറിയില്ല. ജന്മജന്മങ്ങൾ, അപ്പൊ പൂർവ്വജന്മം ഉണ്ട് എന്നുള്ള വിശ്വാസം വരണം. അതെവിടുന്ന് വരും? അത് ഈ വേദാന്തം പഠിച്ചാലേ വരുള്ളൂ. അപ്പൊ വേദാന്തത്തിൽ വിശ്വാസം വേണമെങ്കിൽ എങ്ങനെ വേണം? വേദാന്തം ആരും എഴുതി വെച്ചതല്ല, ഈശ്വരന്റെ വാണിയാണ് എന്ന് അറിവ് ഉള്ളിലുണ്ടെങ്കിൽ ഈ സകല സംശയവും തീരും ഇത് പഠിക്കുമ്പോൾ. അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ്, അപ്പൊ നമുക്ക് ഇനി എന്താണ് വേണ്ടേ? ഇനിയൊരു ജന്മം വേണോ? വേണ്ട. ഇപ്പൊ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഈ ജന്മം ഇതോടുകൂടി തീരണം. പുണ്യം സമ്പാദിച്ച് ഇനിയും ജന്മം എടുത്ത് ഇവിടെ വന്നാൽ വീണ്ടും ചിലപ്പോൾ അധർമ്മം ചെയ്തേക്കാം. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ, നല്ല പുണ്യം കിട്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ പുണ്യം കൊണ്ട് കിട്ടുന്ന എന്താണ്? ഐശ്വര്യം, ധനം, അല്ലെ? അങ്ങനെ കിട്ടിയവരിപ്പോ അതുമാതിരി അധികാരം. ഇപ്പൊ എങ്ങനെയാ അവരൊക്കെ ജീവിക്കുന്നത്? അധികാരത്തെ നല്ല രീതിയിലാണോ ഉപയോഗിക്കുന്നത്? എനിക്കൊരു നല്ല അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ അധികാരത്തെ 90% പേരും അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നവരാണ്. അതാണ് ഒരിക്കലും അങ്ങനെയുള്ള കർമ്മത്തിലൊക്കെ പോയിപ്പെട്ട് പുണ്യം സമ്പാദിച്ച് പിന്നീട് സുഖം കിട്ടുമ്പോ ഞാൻ ഈശ്വരനെ പ്രാപിച്ചോളാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം. അപ്പോ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? ഇനിയൊരു ജന്മം വേണ്ട. ഈ ജന്മത്തിന്റെ അന്തിമ ലക്ഷ്യം, അതിലേക്ക് എത്തണം. അത് ജ്ഞാനത്തിൽ കൂടിയേ വരുള്ളൂ. ആ ജ്ഞാന സമ്പാദനത്തിനാണ് നമ്മളിപ്പോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സമാധാനത്തോടുകൂടി ഇരുന്ന് ആലോചിച്ച് ഈ ശ്രദ്ധ എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കുക. ശ്രദ്ധയുടെ ഫലം എന്താണെന്ന് പറയുന്നു. ജ്ഞാനത്തിനുള്ള യോഗ്യത ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ധ്യാനത്തിനുള്ള യോഗ്യത ശ്രദ്ധയിൽ കൂടിയാണ് ലഭിക്കുന്നത്. ജ്ഞാനായ പാത്രത്വം എന്നൊരു വാക്ക്. ജ്ഞാനായ പാത്രത്വം, ജ്ഞാനത്തിനുള്ള ആ പാത്രത്വം, അത് സമ്പാദിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് മനസ്സിനെ തുറന്നൊരു പാത്രമാക്കി നമ്മൾ ഇരിക്കുന്നു. മനസ്സ് ജ്ഞാനം സ്വീകരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റായി മാറാൻ ശ്രദ്ധ കൂടിയേ തീരു. ശ്രദ്ധയുടെ ഫലമായിട്ടാണ് മനസ്സ് ജ്ഞാനത്തെ സ്വീകരിക്കുന്ന ഒരു പാത്രമായി മാറുന്നത്. പിന്നെയാണോ മന ഏകാഗ്രത, അല്ലേ? നേരത്തെ പഠിച്ചത് നമ്മൾ ഉപനിഷത്ത് പഠിച്ചപ്പോൾ മന ഏകാഗ്രത വലിയൊരു കാര്യമാണ്. അതിനാണ് ധ്യാനമൊക്കെ ശീലിക്കുന്നത്. മന ഏകാഗ്രത ഉണ്ടെങ്കിലേ ജ്ഞാനം സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ. അതിന് ശ്രദ്ധ ഒരു പടിയാണ്, ചെയ്തേ പറ്റുള്ളൂ. പിന്നെ വിചാരസിദ്ധി. ഈ വിചാരം ഓരോ നമ്മൾ പറഞ്ഞല്ലോ, വിചാരം ചെയ്യണമെന്ന്. വിചാരം ചെയ്തിട്ട് അതിന്റെ ഫലം വരണമെങ്കിൽ ആ ശ്രദ്ധയോടുകൂടിയായിരിക്കണം ആ വിചാരം. അനുഭവവും ഗുരു പറയുന്നതും തമ്മിൽ ചേരുന്നില്ല എന്നുള്ളത് പല തലത്തിലുണ്ടാകും. അപ്പോ പലപ്പോഴും തോന്നാം. അപ്പോൾ വിചാരം ചെയ്ത് അതിനെ മാറ്റിയെടുക്കണം. ഈ ഗുരു പറയുന്നതും അനുഭവം തമ്മിലുള്ള ആ ചേർച്ചക്കുറവിനെ വിചാരം ചെയ്ത് മാറ്റണം. വിചാരം ചെയ്യണമെങ്കിൽ ശ്രദ്ധ വേണം, വിശ്വാസം വേണം. എന്നാലേ വിചാരം കൊണ്ട് ഫലം ഉണ്ടാവുകയുള്ളൂ. ഇത്രയും ഇന്ന് നമ്മുടെ സമയമായി. ഇനിയും കൂടുതലായിട്ട് സമാധാനം എന്ന ഒരു ഭാഗത്തെ നമുക്ക് നോക്കാനുണ്ട്. അത് അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ
നന്നായിട്ട് പ്രവർത്തിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം സാർ.